ഹലോ വെൽക്കം ബാക്ക് ടു പൊന്നു സി കുക്കിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചോക്ലേറ്റ് കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ശരിക്കും നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കുവാനായിട്ട്. നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണിത്. ഞാൻ ഓവനൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഒരു സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ശരിക്കും നല്ല സോഫ്റ്റ് ആയിരുന്നു. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ എടുക്കുക. ആ ട്രേയിലേക്ക് കുറച്ച് ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ആ ട്രേയുടെ എല്ലാ ഭാഗത്തേക്കും ഞാൻ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ ട്രേയുടെ നമ്മുടെ സൈഡിലും കൂടെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ നിങ്ങളുടെ കയ്യിൽ ഈ ബേക്ക് ചെയ്യുന്ന ട്രേ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മുടെ കുഞ്ഞു ബൗളോ അങ്ങനെ ഏതെങ്കിലും ചായ തിളപ്പിക്കുന്ന പാത്രമോ അതിൻ്റെയൊക്കെ എടുത്താലും മതിയാവും. ബട്ടർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ തന്നെ നിങ്ങൾക്ക് സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അടുത്ത് ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ പേപ്പർ ശരിക്കും A4 ഷീറ്റിൽ കുറച്ച് ഇതിൻ്റെ അളവിന് ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ബട്ടർ തേച്ച് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കും നമ്മൾ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് ഞാനിതാ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ A4 ഷീറ്റ് തന്നെയാണ് അതിൽ ബട്ടർ തേച്ച് എടുത്തിട്ടുള്ളത്. അതേ അളവിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ആ സൈഡിൻ്റെ പുറത്തേക്ക് നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടറിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അഥവാ കോക്കനട്ട് ഓയിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. കേക്കിനൊക്കെ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ട്രേ ഇതാ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻ്റൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദയാണ് മെഷറിംഗ് കപ്പിൽ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണോളം അളവ് കോൺ സ്റ്റാർച്ച് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ കോൺഫ്ലോർ ആണ്. അപ്പോൾ നമ്മുടെ കേക്ക് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഞാൻ അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം അളവ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്ത് കറക്റ്റ് 1 ടീസ്പൂൺ നിറയെ എടുക്കാൻ ശ്രദ്ധിക്കുക. ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് 3 ടീസ്പൂണോളം അളവ് കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളിനി ആ പ്ലേറ്റിലേക്ക് അരിച്ചിട്ട് കൊടുക്കുവാണ്. ഇതൊരു 3 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് അരിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്ത് ഞാനിത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒട്ടും നനവ് പാടില്ല. അതിലേക്ക് ഒരു 4 മുട്ടയാണ് നമുക്ക് ആവശ്യം. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ മുട്ടയായിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 4 മുട്ടയും ഞാനിതാ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഇതിലേക്ക് നമുക്ക് ഒന്നിൽ ഹാൻഡ് വിസ്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. ഒരു 15 മിനിറ്റോളം ആവും നന്നായിട്ടൊന്ന് പതഞ്ഞ് വരാനായിട്ട്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഉള്ളത് കാരണം ഇലക്ട്രിക് ബീറ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോഴേക്കും ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതാ ഒരു 2 സെക്കൻഡ് ഒന്ന് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എയറൗണ്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. സാധാരണ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഡയറക്റ്റ് ഈ മുട്ടയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഒരു ക്രീമി ടെക്സ്ചറിലോട്ട് നമ്മുടെ ഈ മുട്ട നന്നായിട്ട് കിട്ടത്തുള്ളൂ. അടുത്ത ഇതിലേക്ക് ഞാൻ ഈ ഇലക്ട്രിക് ബീറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് വിസ്കാണ് ഉള്ളതെങ്കിൽ അത് വെച്ച് നന്നായിട്ടൊന്ന് പതപ്പിച്ച് കൊടുക്കുക. തൈര് കടയുന്ന രീതിക്ക് ഒന്ന് പതപ്പിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ലോ സ്പീഡിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് കൂട്ടി കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ടൊരു ക്രീമി ടെക്സ്ചറിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തും. കണ്ടോ, എറൗണ്ട് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് മുട്ടയൊക്കെ. അപ്പോൾ ഞാനിതാ സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ്. സാധാരണ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് 1/2 ഗ്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം അധികം ഒന്ന് മിക്സ് ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഒരു മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1.5 ടീസ്പൂണോളം അളവ് വാനില എസൻസ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അടുത്തിത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ പൗഡർ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നമ്മളൊരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പാച്ചില കൊണ്ട് ഫോൾഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് തന്നെയാണ് ജസ്റ്റ് 1 സെക്കൻഡ് വീതം ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ലോ സ്പീഡിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാച്ചായിട്ട് ചേർക്കുന്നതായിരിക്കും പ്രത്യേകം നല്ലത്. അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ ഒത്തിരി കട്ട പിടിച്ചു പോവും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഹാൻഡ് വിസ്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് മിക്സാക്കി എടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഈ ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് തന്നെ എളുപ്പത്തിൽ 1 സെക്കൻഡ് ഒന്ന് വിപ്പ് ചെയ്ത് എല്ലാം കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ബാറ്റർ കുറച്ച് നന്നായിട്ട് തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അളവ് സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ എൻ്റെ മുട്ട ഇച്ചിരി വലിയൊരു മുട്ടയായിരുന്നത് കാരണം എനിക്ക് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിരുന്നു. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. അപ്പോൾ ദേ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, എല്ലാം കറക്റ്റായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് നമുക്കിത് പകർന്നു കൊടുക്കാം. ബാറ്ററുടെ കൺസിസ്റ്റൻസി ഈ ഒരു ഇതിൽ തന്നെ കിട്ടാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ദേ എല്ലാ ബാറ്ററും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം എന്തെങ്കിലും എയർ ബബിൾസ് ഇതിലുണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചൂട് കെട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലെയിം വന്നിട്ട് ലോയിൽ നിന്ന് മീഡിയമിൻ്റെയും ഇടയിലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഇതുപോലത്തെ ഒരു റിങ്ങോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഏതെങ്കിലും ഒരു അടപ്പോ എന്തെങ്കിലും എടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ലിഡ് എടുത്ത് അടച്ച് വെച്ച് നമ്മൾ പ്രീഹീറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റെങ്കിലും ഈ പാത്രം ഒന്ന് നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. ഓവനൊക്കെ നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്ന കണക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ബാറ്ററൊക്കെ തയ്യാറാക്കിയിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ ഈ ഉപ്പിൻ്റെ നിറം മാറിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഈ സെയിം ഉപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. എന്നിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ലിഡ് കൊണ്ട് അടച്ചതിന് ശേഷം ഇതുപോലൊരു വെയിറ്റ് എടുത്ത് ഞാൻ പുറത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം എപ്പോഴും ലോയിൻ്റെയും മീഡിയമിൻ്റെയും ഇടയിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 40 മിനിറ്റാണ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായി വരുന്നത്. കേക്ക് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അതിനുവേണ്ടി നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുന്ന ബൗളും ആ ബീറ്ററിൻ്റെ ബ്ലൈഡും കൂടെ എടുത്തിട്ട് ഞാനൊരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തണുത്ത് നമ്മൾ പുറത്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. പ്രീമിയം ട്രോപ്പോലൈറ്റിൻ്റെ ബ്രാൻഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നോൺ ഡയറി പ്രോഡക്റ്റിൻ്റെ ഏത് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും കേക്കിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അമൂളിൻ്റെതെല്ലാം ഡയറി പ്രോഡക്റ്റാണ്, അത് എടുക്കാതിരിക്കുക പ്രത്യേകിച്ച്. എന്നിട്ട് നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നമ്മൾ ആദ്യം ലോ സ്പീഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഹൈയിലേക്ക് നമ്മൾ നന്നായിട്ട് സ്റ്റിഫായിട്ട് നമ്മുടെ ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് 1 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ലോയിൽ നിന്ന് ഹൈയിലോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ബീറ്ററിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കും. അതിനാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പ്രോപ്പറായിട്ട് എത്തിയിട്ടുണ്ട്. ഒരു പീക്ക് കൺസിസ്റ്റൻസിയിൽ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം അളവ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അടുത്തതിലേക്ക് ഒരു 2 ടീസ്പൂണോളം അളവ് പൗഡർ ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു തരിയും ഇല്ലാത്ത ഷുഗർ. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ആ ഇലക്ട്രിക് ബീറ്ററിൻ്റെ ബ്ലൈഡ് കൊണ്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്രീം അറൗണ്ട് നന്നായിട്ട് നല്ലൊരു സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ സ്പാച്ചില കൊണ്ട് എടുക്കുമ്പോഴേക്കും നമ്മുടെ സ്പാച്ചിലയിൽ നിന്ന് താഴോട്ട് വീഴത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ഇനി ഫ്രിഡ്ജിലേക്ക് നമ്മുടെ കേക്ക് റെഡി ആവുന്നത് വരെ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് ഒന്ന് അടച്ചതിന് ശേഷം നമ്മൾ താഴെ ഫ്രിഡ്ജിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രീം ഒന്ന് നന്നായിട്ട് തണുത്ത് കുറച്ചുകൂടെ ഒന്ന് സ്റ്റിഫായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും.
അടുത്തത് നമ്മുടെ കേക്ക് ഞാനൊരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പപ്പടക്കുത്തി ഉണ്ടല്ലോ അതുകൊണ്ടോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കുക നന്നായിട്ട്. അപ്പോൾ നമ്മുടെ ആ കുത്തിയിലോ പപ്പടക്കുത്തിയിലൊന്നും നമ്മുടെ ആ കേക്കിൻ്റെ ബാറ്റർ വന്നിട്ടില്ല. നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ശരിക്കും ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേക്ക് ബേക്ക് ചെയ്തെടുക്കുവാനായിട്ട്. നമ്മുടെ കേക്ക് ഒന്ന് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ഞാനൊരു ചെറിയ പീസ് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കേക്കിൻ്റെ ഡെക്കറേഷന് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടേതായ ഇഷ്ടത്തിനും നിങ്ങളുടേതായ ഒരു ക്രിയേറ്റിവിറ്റിയിലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് ജസ്റ്റ് ആ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അടുത്ത് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഒരു 1/4 കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 150 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടണം. ഫ്ലെയിം വന്നിട്ട് തീരെ ലോയിൽ ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം അളവ് ബട്ടറോടെ ചേർത്തതിന് ശേഷം അത് മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് അനുവദിക്കണം. ചെറിയൊരു ഇളം ചൂട് ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷേ അത്യാവശ്യം നമ്മുടെ കേക്കൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ഇത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തണുത്ത് കിട്ടും. ഇതേ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഇങ്ങനെ കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്ത് നമ്മളിങ്ങനെ ഒന്ന് കമഴ്ത്തി കൊടുക്കുവാണ്. കമഴ്ത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. സിമ്പിളായിട്ട് തന്നെ നമ്മൾ ആ കേക്ക് അതിൽ നിന്ന് ഇളകി വരും. എന്നിട്ട് അതിൻ്റെ മേളിലുള്ള ആ ബട്ടർ പേപ്പറൊക്കെ നമ്മളൊന്ന് ഇങ്ങനെ ഇളക്കി മാറ്റി കൊടുക്കുക. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് ഇത്. വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ തികച്ചും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോഫ്റ്റ് ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ കേക്കിൻ്റെ മേൽ പോർഷൻ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കാരണം നമുക്ക് കറക്റ്റായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ടാണ് നമ്മൾ ഈ മേൽപ്പാട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതേ ഞാനിതാ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ശരിക്കും എനിക്ക് കുറച്ച് എയർ ബബിൾസ് ഞാൻ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാത്തത് കാരണം എനിക്ക് ക്രിയേറ്റ് ചെയ്ത് ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ കേക്കിന് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ക്രീമൊക്കെ നമുക്ക് വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ചേർക്കണമല്ലോ. അതിനുവേണ്ടി ഞാനിവിടെ 3 ലെയറായിട്ടാണ് ഇത് കട്ട് ചെയ്ത് മാറ്റുന്നത്. ജസ്റ്റ് കത്തി ഇങ്ങനെ കൊണ്ട് സൈഡിലെല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഒരു നൂലെടുത്തിട്ട് നമ്മൾ ആ ഒട്ടിച്ച് കൊടുത്ത ആ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒന്ന് വലിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതായിരിക്കും. ഇതേ കണ്ടോ, ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ കണക്ക് തന്നെ അടുത്തത് ഞാനിങ്ങനെ കേക്ക് ആ കത്തി കൊണ്ട് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുത്തിട്ട് നൂല് കൊണ്ട് തന്നെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഒരു പീസ് ഏറ്റവും മേളിലത്തെ ലെയർ ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 4 ടീസ്പൂണോളം അളവ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് സാധാരണ തണുത്ത വെള്ളത്തിൽ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്നിട്ട് ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുവാണ്. ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ക്രീം നമുക്ക് നല്ലൊരു തിക്നെസ് ആയിട്ട് നമുക്കിതിൽ പ്രോപ്പറായിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളൊരു സ്പൂൺ കൊണ്ടോ സ്പാച്ചില കൊണ്ടോ കോരിയിട്ട് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തന്നേ ഉള്ളൂ. എന്നിട്ട് ഇതൊരു കത്തി ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും വരത്തക്ക രീതിക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുവാണ്. ഇതിലേക്ക് വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ പുറത്തേക്ക് വിപ്പിംഗ് ക്രീം കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ലെയർ കേക്ക് ഞാൻ എടുത്തിട്ട് തിരിച്ചാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഏറ്റവും അടിയിലത്തെ പോർഷനാണ്. അതിൻ്റെ പുറത്തേക്ക് വീണ്ടും നമ്മൾ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് വീണ്ടും ക്രീം വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് നമ്മുടെ കത്തി ഉപയോഗിച്ച് തന്നെയാണ് ഷേപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ സ്പൂണ് ആണോ നല്ലതുണ്ടെങ്കിൽ അത് വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുത്താലും മതി. അതിൻ്റെ സൈഡിലും എല്ലാം ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ക്രീം ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഈ കത്തിയിലൊക്കെ ഒട്ടിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം മാത്രം വേണം നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ തണുത്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ആ ക്രീമിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചിങ്ങനെ ഇറങ്ങണ്ട, പ്ലേറ്റിലേക്ക് വീഴണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അടിയിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് പ്ലേറ്റ് വെച്ച് കൊടുത്താലും മതിയാവും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇറങ്ങുന്ന രീതിക്കാണ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനത്തെ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള പ്ലേറ്റ് തന്നെ മതിയാവും നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ടും. അടുത്ത് ഞാനിതാ കുറച്ച് ബാക്കി വന്ന വിപ്പിംഗ് ക്രീം കൊണ്ട് ഒരു റോസ് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. കേക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേഷന് വെച്ച് കൊടുക്കുവാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും നോസിലിട്ട് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഡിസൈൻ അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുത്താലും മതിയാവും. ഞാൻ ജസ്റ്റ് ഒരു റോസ് മാത്രം ചെയ്യേണ്ട ക്രീമേ എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒരു റോസ് പ്രിപ്പയർ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ വൈറ്റ് ചോക്ലേറ്റിൻ്റെ അതും കൂടെ റൗണ്ട് ഷേപ്പിലുള്ളതും കൂടെ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ബൈ ബൈ.